വെൽക്കം ടു അനദർ വീഡിയോ. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് മോർണിംഗ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഈ ഒരു ഐറ്റം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അവക്കാഡോ കട്ട് ചെയ്യാനും സ്മാഷ് ചെയ്യാനും അതിൻ്റെ പൾപ്പ് എടുക്കാനായിട്ട് ഈ ഒരു ടൂള് മാത്രം മതി. എൻ്റെ കയ്യിലുള്ള അവക്കാഡോ ചെറുതായിട്ട് പഴുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടെ പഴുത്ത അവക്കാഡോ ചൂസ് ചെയ്യാൻ നോക്കണേ. അവക്കാഡോ ഒരു സൂപ്പർ ഫുഡാണ്. ഇതിനെ ബട്ടർ ഫ്രൂട്ട് എന്ന് അറിയപ്പെടുന്നുണ്ട്. അവക്കാഡോ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ത്വക്ക് രോഗത്തിനും സ്കിൻ അലർജിക്കൊക്കെ ഒരുപാട് നല്ലതാണ്. ഹൃദയരോഗത്തിനും അവക്കാഡോ നല്ലതാണ്. ഫൈബർ അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അവക്കാഡോ സ്മൂത്തി ആയിട്ടോ സാലഡായിട്ടോ നമ്മുടെ മീൽസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എൻ്റെ മോർണിംഗിൽ ഏറ്റവും ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ അവക്കാഡോ ടോസ്റ്റ്. അതുകൊണ്ട് മിക്ക ഡേയ്സിലും ഞാൻ ഈ അവക്കാഡോ ടോസ്റ്റ് തന്നെ കഴിക്കാറ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. ഈ അവക്കാഡോ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിടുക. എന്നിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്യണം ഈ അവക്കാഡോനെ. ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവക്കാഡോ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലത്തെ കൺസിസ്റ്റൻസി ആയിരിക്കണം. നെക്സ്റ്റ് ഒരു ഹാഫ് ഒനിയൻ, ഹാഫ് കുക്കുംബർ, ഹാഫ് ടൊമാറ്റോ, പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള ചില്ലി, എത്ര വേണ്ടതെന്ന് വെച്ചാൽ എരിവിനനുസരിച്ച് ചില്ലി, പിന്നെ ആവശ്യത്തിന് സോൾട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അതുകൊണ്ട് തന്നെ സ്മാഷ് ചെയ്ത് ഈ ഒരു രൂപത്തിലാക്കി എടുക്കാം. ഒരു പാനിൽ ബട്ടറോ ഗീയോ യൂസ് ചെയ്തിട്ട് ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. പ്രോട്ടീൻ ആവശ്യമുള്ളവർക്ക് ഒരു എഗ്ഗ് ഓംലേറ്റ് രൂപത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ അവക്കാഡോ സ്പ്രെഡ് ഈ ടോസ്റ്റ് ചെയ്ത ബ്രെഡിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച എഗ്ഗും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് രൂപത്തിൽ ഇത് കഴിക്കാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. കുറച്ച് സ്പൈസിയും സോൾട്ടിയും അവക്കാഡോൻ്റെ ആ ഒരു ബട്ടറി ആയിട്ട് ഒരുപാട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ടേസ്റ്റിലുപരി ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരുപാട് ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാത്തതാണ് നല്ലത്. ഒരു സ്ലൈസ് ചീസ് കൂടെ ആഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് സാൻഡ്വിച്ച് രൂപത്തിൽ കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും.